ഇന്ന് വഴുതനങ്ങ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇതിന് 2 വഴുതനങ്ങ എടുത്ത് മുറിച്ചെടുക്കാം. ഇതിന് വേണ്ട മസാല നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. 1 നുള്ളി ജീരകം, 1/2 ടീസ്പൂൺ മല്ലി, 3-4 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ എള്ള്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 3 വെളുത്തുള്ളിയും 5-10 ചെറിയ ചുവന്നുള്ളിയും നേരത്തെ കാണിച്ച മസാലയും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുവിധം മൂത്ത് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 നുള്ളി കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് മുറിച്ച് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഒരുവിധം വഴറ്റിയെടുക്കണം. അതിനുശേഷം സ്റ്റൗ സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ വഴുതനങ്ങ ഉടഞ്ഞു പോവുകയൊന്നുമില്ല. വഴുതനങ്ങ അധിക പേർക്കും ഇഷ്ടപ്പെടാത്തത് ഉടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാല പൊടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.